ആരാ ഇവിടെ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് പുതുക്കിപ്പണിയാനും പുതുതായി തുടങ്ങാനും തീരുമാനമെടുത്തുകൊടുത്തുള്ള തീരുമാനമെടുത്തതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മലപ്പുറം ജില്ല ഏറനാടൻ മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു മലപ്പുറം നേർച്ച. ഇപ്പില്ല, ഇപ്പോൾ കുറച്ച് മതമൗലികതാവാദം വന്നുകൊണ്ട് നേർച്ചയില്ല. പക്ഷെ ഒരു കാലത്ത് മുസൽമാൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രതീക്ഷ അവൻ്റെ അഭിമാന പ്രതീകമായ മലപ്പുറം നേർച്ച നടത്തുക എന്നുള്ളതാണ്. പാറനമ്പിക്കെതിരായ വലിയ സമരത്തിൽ രക്തസാക്ഷികളായ 41 സൈതാക്കന്മാരുടെ ഓർമ്മ ദിവസമാണത്. ആ ഓർമ്മ ദിവസത്തിൽ മലപ്പുറത്ത് എല്ലാ മുസൽമാനും മലപ്പുറക്കാരെല്ലാവരും ഞങ്ങളൊക്കെ ചേർന്നുണ്ട്, എല്ലാവരും ചേരാറുണ്ടായിരുന്നു. ആ മലപ്പുറം നേർച്ച വെള്ളക്കാരെ നിരോധിച്ചത് കോൺഗ്രസ് നടപ്പിലാക്കിയില്ല. ഞങ്ങൾക്കൊരു നേർച്ച നടത്തണമെന്ന മുസൽമാൻ്റെ ആഗ്രഹം നടത്തിക്കൊടുത്തത് 1957 സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റാണ്. അവിടെ നിങ്ങൾ തുടങ്ങില്ല, നമ്മൾ ഓരോന്നെടുത്ത് നോക്കും. മലപ്പുറത്തിനൊരു ജില്ല വേണം, മലപ്പുറം കേന്ദ്രമായിട്ടൊരു ജില്ല വേണം. ഇവിടെ വലിയ സമരം നടന്നില്ലേ? ഞാൻ ഡൽഹി ചെന്നപ്പോൾ മദൻലാൽ ഖുറാനെ കൊണ്ടുപോയി. നേരത്തെ ഇവിടെ മുഖ്യമന്ത്രി പിന്നെ MP ആയിരുന്നു. ഒരു പാർലമെൻ്ററി യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, നാട് എവിടെയാണ്? മലപ്പുറമാണ്. ആ, മലപ്പുറത്താണോ? അതെ, ഞാനവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ വന്നത്? അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ല വേണ്ട എന്നുള്ള നിലയ്ക്ക് ജനസംഘം ജില്ലാ വിരുദ്ധമായ സമരം നടത്തിയപ്പോൾ പിക്കറ്റിംഗ് നടത്താൻ ഡൽഹിയിൽ നിന്ന് ഞാൻ മലപ്പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മദൻലാൽ ഖുറാനെയാണ്. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. എത്ര RSS ഇവിടെ വന്നു ആ ജില്ലക്കെതിരായിട്ട്. ഇവിടെ ജില്ല വേണ്ടാന്നിട്ടുള്ള സമരത്തിന് കോൺഗ്രസ്സുകാർ ആ സമരം നടത്തിയില്ലേ? കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ സമരത്തെ ജില്ലയെ എതിർത്തില്ലേ? വലിയ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാക്കിയില്ലേ? ജില്ല വന്നാൽ വലിയ വർഗീയ ചേരിതിരിവുകളാണ് ഉണ്ടാവുക എന്നല്ലേ പ്രചരണം വന്ന്. അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റിനെ നയിച്ചത് EMS നമ്പൂതിരിപ്പാടാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെടുത്തിയ അതിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും അതിൻ്റെ ആത്മാഭിമാനത്തിനും കളങ്കമുണ്ടാക്കുന്ന നിലപാടാണോ അതോ അത് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു പോന്നിട്ടുള്ളത്? വരെ മാതിരിയാ. മുസ്ലിമിൻ്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. മുസ്ലിമിൻ്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുക മാത്രമല്ല, അധികാരം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കും, അതും ചെയ്തിട്ടുണ്ട്. അതും കൂടി പിന്നെ വർഗീയത വളർത്താൻ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കിയവർ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളതിലൊന്നും പങ്കെടുത്തിട്ടില്ല. 2 ലീഗുകാർ മന്ത്രിമാരായാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ഭയന്നിട്ടുമില്ല. 2 ലീഗുകാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിമാരായത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ഇരുന്നിട്ടല്ലേ? അതൊക്കെ നോക്കിയിട്ടാണോ ഞങ്ങൾ തീരുമാനം എടുത്തു പോന്നിട്ടുള്ളത്? നാടിൻ്റെ പൊതു താല്പര്യങ്ങളാണ്. ഇപ്പം എന്താ സമീപനം? ഇപ്പം എങ്ങനെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്? +2 വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ +2 കാണാനില്ല അങ്ങനെ കള്ളത്തരാണെന്ന്. ഈ +2 റിസൾട്ട് വരുമ്പോൾ 1-ാം ദിവസം തന്നെ എല്ലാവർക്കും ഒന്നും കിട്ടൂല. നമ്മൾ 2-3 ഗഡുവായിട്ട് 3-4 തവണയായിട്ട് അഡ്മിഷൻ കിട്ടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കിട്ടാത്ത ഏത് കിട്ടുന്നതെന്നറിയാം. ഇത് റിസൾട്ട് വന്നാൽ പിറ്റേന്ന് തന്നെ തുടങ്ങും. മലപ്പുറം ജില്ലയിൽ 50,000 ആൾക്ക് കിട്ടൂല ഇത് മറ്റും വെറുതെ കടിക്കണേ. ഇപ്പോൾ വന്നില്ലേ? ആർക്കെങ്കിലും സീറ്റ് കിട്ടാത്തൊരു പ്രശ്നം നമ്മുടെ ജില്ലയിലുണ്ടായോ? എല്ലാവർക്കും സീറ്റ് കിട്ടി. ഇത് കഴിഞ്ഞല്ലുണ്ട്. നിങ്ങൾ എല്ലാ കൊല്ലം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് കഴിഞ്ഞ 5 കൊല്ലത്തെ നമ്മളെ ഈ പേപ്പറുകാരുടെയും മാധ്യമക്കാരുടെയും അവർ കൊടുത്തതൊക്കെ തിരിച്ചെടുക്കുക. എല്ലാ കൊല്ലവും ഈ വാർത്ത കൊടുക്കും. എല്ലാ കൊല്ലവും കൊടുക്കും, എന്നിട്ട് തിരിച്ചുവിടും. തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിക്കും. അവസാനം ഈ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ ഈ കൊല്ലം എല്ലാവർക്കും ഇവിടെ +2 സീറ്റ് കിട്ടി. അപ്പോൾ അവരുടെ വാദം തരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴ്സിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടം പോലെ പഠിക്കാനുള്ള സൗകര്യം പിണറായി ചെയ്തിട്ടില്ല. ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? ഒലക്ക വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒലക്ക വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കുറച്ച് പേപ്പറല്ലാതെ, കുറച്ച് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളല്ലാതെ വേറെ ആരും ഈ കേരളത്തിൽ ഒലക്ക വിലങ്ങനെ വിഴുങ്ങുന്നില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. എന്താ സ്ഥിതി? അതാണ് അവർ പറയുന്നത്.